ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് റോസ്റ്റും ചപ്പാത്തിയുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് കുറച്ച് ബീഫ് നന്നായിട്ട് കഴുകി എടുത്ത് കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, കുറച്ച് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളൂ, കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പച്ചമുളക് അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, എല്ലാം കൂടി 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കൂട്ടിയിളക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി ഇങ്ങനെ വയ്ക്കുക കുക്കറിനകത്ത്. അതിനുശേഷം നന്നായി വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വേവണം കേട്ടോ. ഒരു 4-5 വിസിലൊക്കെ കേൾക്കണം. മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബീഫ് നന്നായിട്ട് വേവിക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചുകൂടി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയിടുക. ഒരുവിധം വഴറ്റി ഒരു ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി ചേർത്താലാണ് ഇത്തിരിയോടെ ഒരു ടേസ്റ്റായിട്ട് കിട്ടും. ഉള്ളിയുടെ രുചിനേക്കാളും അല്പം കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ചെറിയ ഉള്ളി ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു അല്പം മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് ബീഫ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഒരല്പം വറ്റൽമുളക് ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ബീഫ് റോസ്റ്റാക്കി എടുക്കുക. ഇനി അടുത്തത് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു വെറൈറ്റി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനായിട്ട് കുറച്ച് ചോറ് ഇപ്പോൾ ഏത് വെള്ളയായാലും മട്ടയരിയുടെ ചോറായാലും കുഴപ്പമില്ല. ആ ചോറ് മിക്സിയിലിട്ടു. ഇതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു. അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം നന്നായിട്ടതൊന്ന് അരച്ചെടുക്കുക. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അരച്ചെടുത്ത ചോറും മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കുക. നന്നായി നല്ല സോഫ്റ്റായി കിട്ടും. നന്നായിട്ട് കുഴച്ച് എടുത്ത് വയ്ക്കുക.
അതിനുശേഷം ഇത് ചപ്പാത്തി പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തി സാധാ പോലെ തന്നെ ചുട്ടെടുക്കുക. ഇത് വളരെ മയമുള്ളതും നല്ല സോഫ്റ്റുമായ, അപ്പം നാളത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ചപ്പാത്തി ഇരിക്കുന്ന വളരെ സോഫ്റ്റായ ഒരു ചപ്പാത്തിയാണ്. രുചിക്കൂട്ടാണിത്. നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കൂ. ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം ഇന്ന് ചപ്പാത്തിയും ബീഫ് റോസ്റ്റുമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.